ഹായ് ഗായ്സ്, നമ്മളിന്ന് മുട്ട ഓംലെറ്റ് ഉണ്ടാക്കാൻ പോവുകയാണ്. നല്ല സവാളയും മുട്ടയും കൂടെ ഇട്ട് 2 ഉണ്ടാക്കാനാണ് പ്ലാൻ ചെയ്യണം. അപ്പം ആദ്യത്തേത് പാനിലേക്ക് ആക്കിയാണ്. എന്നിട്ട് നല്ലതായിട്ട് ഇങ്ങനെ പരത്തി കൊടുക്കണം. ഇത് ഒരു സൈഡ് വെന്ത് കഴിയുമ്പോൾ അടുത്ത സൈഡ് നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. നമുക്ക് വെയിറ്റ് ചെയ്യാം ഒരു സൈഡ് ആവുന്നത് വരെ. നല്ല നാടൻ കോഴിയുടെ മുട്ടയാണ്. സവാളയും ഞാൻ കുറച്ച് മുളക് പൊടിയും ഉപ്പും മുട്ടയിട്ട് കലക്കിയതാണ്. അപ്പോൾ നമുക്ക് ഒരു സൈഡ് ആവുമ്പം മറിച്ചിടാം. ഒരു സൈഡ് ഏകദേശം ആവാനായി. തുടങ്ങ്. ഒരു സൈഡ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കതിനെ ഇങ്ങനെ മറിച്ചിടാം. അടിപൊളിയായിട്ട് മുട്ട മറിഞ്ഞിട്ടുണ്ട്. ഓക്കെ, തീ കുറച്ച് വെച്ചാൽ മതി, അല്ലെങ്കിൽ ഇതുപോലെ കരിഞ്ഞു പോകും. തീ കുറച്ച് വെച്ച് കഴിഞ്ഞാൽ കരിയാതെ നല്ല മുരുമുരായ മുട്ട കിട്ടും. അയ്യോ, ഓക്കെ, മുട്ടയുടെ അടുത്ത സൈഡും ആയിട്ടുണ്ട്. നമുക്കതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഓക്കെ, നമ്മുടെ ഈ പ്ലേറ്റിലാണ് ഇടണം നമ്മുടെ സാലഡ് വെള്ളരിയുടെ കൂടെ. അപ്പം തീ ഓക്കെ, നമ്മൾ അടുത്ത മുട്ട ചെയ്യാൻ പോവുകയാണ്. എൻ്റെ സ്കില്ലുള്ള ഭർത്താവ് മുട്ട പൊരിക്കാൻ പോവാണ്. പാൻ ചുറ്റിയിട്ട് ഓക്കെ, ഇനി ബാക്കിയുള്ള മുട്ട കലക്കിയിട്ട് പാത്രത്തിലേക്ക് ഒഴിച്ചു. അതിനെ നല്ലതായിട്ട് ഇളക്കി അതിനെ പരത്താൻ നോക്കി. പക്ഷെ ഒരു ഓട്ടതാ ഇവിടെ വന്നതിൻ്റെ അത്ര സ്കില്ലുണ്ട്. അതിനെ നശിപ്പിക്കുന്ന ദയനീയമായ കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത്. അങ്ങനെയൊക്കെ ഒപ്പിച്ച് ഓട്ട മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ ശരിയായി. നല്ല സവാളയും മുട്ടയും ഉപ്പും മുളക് പൊടിയും. ഇതാണ് നമ്മുടെ ഇന്നത്തെ ഫുഡ്. സാലഡ് വെള്ളരിയും പൊരിച്ച മുട്ടയും കട്ടനും. മുട്ട ഒരു സൈഡായിട്ട് അതിനെ മറിക്കാൻ പോവുകയാണ്. കൃത്യത്തിൽ വട്ടത്തിൽ അത് മറിച്ചിടുന്ന അത് മനോഹരമായ കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത്. അത് ശരിക്കും നേരത്തെ പോലെ കരിഞ്ഞു പോയില്ല. ഇനി ചെറിയ തീയിൽ വെച്ചാക്കുമ്പോൾ കൃത്യമായിട്ട് വെന്ത് കിട്ടും. ഓക്കെ, അങ്ങനെ നമ്മുടെ നൈറ്റ് ഫുഡ് റെഡിയായിരിക്കുന്നു. എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ്, ബെല്ലൈക്കൺ അമർത്തുക. ഇനി ആ പാത്രമെല്ലാം ചേട്ടൻ കഴുകിക്കുന്നത് അതിമനോഹരമായ കാഴ്ച അടുത്ത വീഡിയോ കാണാം.